ഇതിപ്പോ ആദ്യ തവണയല്ല, ഇത് മൂന്നാമത്തെ തവണയാണ്. വീണ്ടും ഇതുപോലെ അവർ വല ഇട്ട് പിടിക്കുക മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ കൂടി നശിപ്പിച്ച ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തത്. കടവും ഇടവും മേടിച്ച് അവന്റെ ജീവിതത്തിന്റെ ഒരു അത്താണി എന്നുള്ള നിലയിൽ ഇത് ചെയ്തതാണ്. പക്ഷെ ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു സപ്പോർട്ടുമില്ല. നമസ്കാരം. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഒരു കർഷകൻ അദ്ദേഹം എത്രയോ കഷ്ടപ്പെട്ട് ഈ ഒരു ഞാൻ കാണിച്ച വട്ടക്കായലൊക്കെ ഇത്രയും മനോഹരമായിട്ട് ഒരുക്കി ഈ പുൽത്തകടിയൊക്കെ ഒരുക്കി എന്നിട്ട് ഇത്രയും മീൻ കുഞ്ഞുങ്ങളെ ഞാൻ പറയാം, ഞാനും കൂടി പോയാണ് ആ മീൻ കുഞ്ഞൊക്കെ വാങ്ങിച്ചതാണ്. എൻ്റെ സുഹൃത്തും കൂടിയാണ്. എന്തിനാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്? കാരണം വെച്ചാൽ എന്താ പറയാൻ പറ്റുക, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി, അതായത് വട്ടക്കായലാണ്, ഇത്രയും ഒരു വലിയ സ്പേസ് ആണ്, അത്രയും മീനുകളെ കിട്ടും. അതെല്ലാം വളർത്തി വലുതാക്കി കച്ചവടം ചെയ്യാം, അല്ലെങ്കിൽ ആക്കാൻ കൊടുക്കാം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഏതോ ഒരു ദുഷ്ടദ്രോഹി, ഒരു സാമൂഹിക ദ്രോഹി വിഷം കലക്കി അതിനെല്ലാം കൊന്നു. ആദ്യ തവണയല്ല, ഇത് മൂന്നാമത്തെ തവണയാണ്. ആദ്യം ഞാൻ വാങ്ങിയിട്ടിരുന്ന കുഞ്ഞുങ്ങളെ 48,000 കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടൊരു 10ാമത്തെ ദിവസം അതിൻ്റെയും ഫിഷറീസ് വകുപ്പിലും പരാതിപ്പെട്ടിരുന്നു, സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു. രണ്ടാമത് വീണ്ടും ഇതുപോലെ അവർ വല ഇട്ട് പിടിക്കുക മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെ കൂടി നശിപ്പിച്ച ഈ ദുഷ്ടപ്രവൃത്തി ചെയ്തത്. അതിനും കടയ്ക്കാവൂർ സ്റ്റേഷനിൽ ഞാൻ പരാതി എഴുതി കൊടുത്തിരുന്നു. ഈ പരാതികൾ ഫലമുണ്ടോ? അവരന്വേഷിക്കുന്നു. അവരുടെ ചേട്ടാ, നിങ്ങളെ കണ്ണുകളൊന്നും എനിക്ക് സങ്കടം മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് എന്നെ ഒരിക്കൽ വിളിച്ചു, ഞാനും കൂടെ വന്നിട്ടാണ് ഫിഷേഴ്സ് പിന്നെ ആ ഒരു മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയത്. അപ്പൊ തന്നെ എന്തെല്ലാം സാങ്കേതിക പ്രശ്നം എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങൾ ഈ നിൽക്കുന്ന ഒരു അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഏകദേശം 4000-ൽ പരം കുഞ്ഞുങ്ങൾ ചത്തുപൊങ്ങി. 10-60 കിലോളം വലിയ കരിമീൻ അതും ചത്തുപൊങ്ങി. ആർക്കും ഉപയോഗപ്പെടാത്ത രീതിയിൽ അവർക്ക് രാത്രി അതിലധികം കിട്ടിക്കാണും. പിന്നെ അത് രാവിലെ ആണ് ബാക്കിയുള്ളതെല്ലാം. വിഷം കലർത്തി തന്നെയാണോ അത്? അതെ, മാരകമായ വിഷം കലർത്തിയത് കൊണ്ടാണ് ഇത് ഒരു ചെറിയ മത്സ്യങ്ങൾ പോലും ഒന്നുപോലും ഇല്ലാതെ മുഴുവൻ ചത്തൊടുങ്ങിയത്. സാധാരണ വർഷങ്ങൾക്ക് ഇപ്പം നഞ്ചുകലക്കെന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതാണ്. അത് കലക്കിയാൽ പോലും വീണ്ടും അവിടെ കുഞ്ഞുങ്ങൾ മുഴുവനായിട്ട് നശിക്കാതെ ഇരിക്കുന്നതാണ്. ഞാനൊരു കാര്യം ചേട്ടന് പറയട്ടെ. കാരണം ചേട്ടൻ അന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറെ ആൾക്കാര് ചൂണ്ടയിടുന്നുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞ ആര് ചൂണ്ടയിട്ടുള്ള മീൻ പിടിച്ചോണ്ട് പോട്ടെ എന്നൊക്കെ എന്നെ പറഞ്ഞായിരുന്നു. ചൂണ്ടയിട്ട് പിടിക്കുന്നത് ഒരു മുഴുവനായിട്ടും നശിപ്പിക്കുന്ന തരത്തിലൂടെ ഉള്ള കാര്യമാണ്. അങ്ങനെ ശത്രുത വരാൻ കാര്യം എന്താ? ശത്രുതയല്ല, രാത്രിയിലെ ഒരു ദിവസത്തെ ചെലവിന് വേണ്ടിയുള്ള പൈസക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതായത് കലക്കിടുമ്പോഴത്തേക്ക് എത്രയും മീൻ കിട്ടും? അത് മുഴുവൻ മീൻ അതിന്റെ വംശം തന്നെ നശിക്കല്ലേ. ഇവര് കുറച്ച് മീൻ പിടിക്കാൻ വേണ്ടിട്ട് നഞ്ച് കലക്കിയാണോ? അത് എന്താണ് സംഭവം? നഞ്ചാണോ വിഷമാണോ? ഇത് മാരകമായ വിഷം എന്തോ നഞ്ചിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അതിനുള്ളില് മറ്റുള്ള ഈ നഞ്ച് കലക്കിയാൽ ഏൽക്കാത്ത മത്സ്യങ്ങൾ പോലും ഈ ബ്രാല് അങ്ങനെയൊക്കെയുള്ള മീനുകളൊന്നും നഞ്ചിൽ ചാകുന്നതല്ല, അതുപോലും ചത്തുപൊങ്ങിയതാണ്. അങ്ങനെ ഇവർക്ക് അങ്ങനെ വിഷം കലക്കി ആൾക്കാർക്ക് ഈ മീൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അത് അവര് മീൻ അങ്ങനെ തന്നെയാണ്. അവർക്ക് മീൻ കൊണ്ടുപോയി വിൽക്കുന്നവരെ വാങ്ങുന്നവരെ അറിയുന്നില്ലല്ലോ ഇത് ഇങ്ങനെ പിടിക്കുന്നതാണെന്നുള്ളത്. ചേട്ടന്റെ എല്ലാ പ്രതീക്ഷയും പോയല്ലേ? സാമ്പത്തിക നഷ്ടത്തെക്കാൾ കൂടുതൽ മാനസിക ദുഃഖമുണ്ട്. കാരണം ഇത്രയും കാശ് മുടക്കി ഈ സാധനമൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടയിടുന്നോ. എനിക്കറിയാം നിങ്ങൾ എന്തുമാത്രം ഇതിൽ അർപ്പണബോധമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത്രയും ഒരു വട്ടക്കായൽ ഇത്രയും സജ്ജീകരിച്ചെടുത്ത അർപ്പണബോധം ഞാൻ കണ്ണൂരിൽ നിന്ന് ആളും കൂടിയാണ്. എനിക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെതിരെ ഒരു പോലീസ് നടപടി എന്തെങ്കിലും ഉണ്ടാവോ?
ഇതിനെതിരെ ഒരു നല്ല രീതിയിൽ പലരെയും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കഴിയൂ. ശരി. ഇത് ഈ ഷാനവാസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തും ഞാൻ ഇതിന്റെ ഒരു അയൽവാസിയും കൂടിയാണ്. പക്ഷേ അവൻ കടവും ഇടവും മേടിച്ച് അവന്റെ ജീവിതത്തിന്റെ ഒരു അത്താണി എന്നുള്ള നിലയിൽ ഇത് ചെയ്തതാണ്. പക്ഷെ ഇത്രയും നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്തതിൽ ഞങ്ങൾക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. ഒന്നുകിൽ കൊടുക്കാൻ പറ്റില്ല. എന്ത് സപ്പോർട്ടാണ് ഇവർക്ക് ചെയ്യേണ്ടത്? ഈ സാമൂഹ്യ വിരുദ്ധന്മാർക്ക് എന്ത് സപ്പോർട്ട്? ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ഞാൻ മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നപ്പോഴത്തേക്ക് ഈ ചൂണ്ടയിട്ട് ആൾക്കാർ പിടിക്കുമായിരുന്നു. അപ്പുറത്തെ ഇദ്ദേഹം പറഞ്ഞ ഇത് പിടിച്ചോണ്ട് പോട്ടെ, രണ്ടാം മൂന്നാം മീനല്ലേ പിടിച്ചോണ്ട് പോട്ടെ. അങ്ങനെ മനസ്സുള്ള ഒരു മനുഷ്യന്റെ ഒരു കൃഷിയിടത്തിലേക്കാണ് ഇത്രയും വിഷം കലർത്തുന്നത്. ഒരു അവന്റെ മാനസിക ആ ഒരു നല്ല മനസ്സിന്റെ ഉടമയായത് കൊണ്ടാണ് അവൻ പറഞ്ഞത് അങ്ങനെ പിടിച്ചോണ്ട് പോട്ടെ, അവൻ വളർത്തുന്ന മത്സ്യങ്ങളെ അങ്ങനെ പിടിച്ചോണ്ട് പോയി അവർ കരക്കി ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞത് അവന്റെ മനസ്സിന്റെ ഒരു നന്മ. പക്ഷെ ആ നന്മയെ വില കൽപ്പിക്കാതെ ഇത്തരം പ്രവൃത്തി, ഈ ഹീനമായ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഇതും നമുക്കില്ല. ഇതിന് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടാവണം എന്നാണ് എന്റെ ഇങ്ങനെ ഈ മീനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ഉണ്ടാവോ? മീനെ കൊല്ലുകയല്ല, മീനിനെ കയറി കുത്തിക്കൊല്ലുകയെല്ലാം ചെയ്യുന്നത്, മീനിനെ ഓരോന്നിനെ പിടിച്ച് കുത്തിക്കൊല്ലുകയെല്ലാം ചെയ്യുന്നത്. ഇത് വിഷം കലർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ വിഷം കലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യോൽപാദനമാണത്. നമുക്ക് പൊതുവിപണിയിൽ ഈ മത്സ്യമാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന ഈ പറയുന്ന വിഷാംശം മറ്റുള്ള ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ആര് പറയും? ഈ മീൻ വളർത്തുന്ന ആളല്ലേ പറയേണ്ടത്. ശരി. തന്നെ ഈ കൂട്ടി തന്നെ ഒരു 100 കുഞ്ഞുങ്ങൾ, 2 കൂട്ടരായിട്ട് 100 കുഞ്ഞുങ്ങളായിട്ട് ആ കുഞ്ഞുങ്ങളെയും കോരി കൊണ്ടുപോയി ഇതുകൊണ്ട് ആ സൈഡിലെ വലയവുത്താണ് കയറി വന്നത്. അതുകൊണ്ട് ആ സൈഡില ഇത് ആരെന്നറിയാം കേട്ടോ, ആരാണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അടുത്ത വീട്ടിലെ ഒരു പെങ്കൊച്ച് ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ കാര്യം നടന്നിരിക്കുന്നത്. ഒരാളെ സ്വപ്നമാണ് പോയത്. അതെനിക്കറിയില്ല. ഞാൻ തന്നെ ഇവിടെ വന്നിന്ന് കണ്ണു നിറഞ്ഞാണ് പോയത്.